സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഒരു അഭിമാനം എന്ന് പറയുന്നത്. കാരണം ഏഷ്യയിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക്, ഒരുപക്ഷെ ഫുട്ബോളിനെ അത്രയധികം സ്നേഹിക്കുന്ന ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ വലിയ ടീമുകൾ എത്തിയൊരു മത്സരം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഏഷ്യയിലെ തന്നെ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് എത്രത്തോളം സഹായകരമാകുമെന്ന് നമുക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. AFC സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 135 കോടി ജനങ്ങളുള്ള സ്ഥലമാണ്. കേരള പോലെയുള്ള, ബംഗാൾ പോലെയുള്ള, ഗോവ പോലെയുള്ള സംസ്ഥാനങ്ങളെല്ലാം വളരെയധികം ഫുട്ബോളിനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവിടേക്ക് ഒരു ഫ്രണ്ട്ലി മാച്ച് നടത്താൻ പറയുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ ഇത്രയും നാൾ പോയത് എന്താണെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും, ഇന്നലെ ഞാൻ ഫെഡറേഷനിൽ സംസാരിച്ച സമയത്ത് എനിക്ക് പല ആൾക്കാരും ഇതിന് ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നടന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് കേരളം പോലും സംസ്ഥാനത്ത് അങ്ങനെ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ, ഞാൻ പറയുന്നത് കളി നടന്നില്ല എന്നുള്ളതല്ല, ഉണ്ടാക്കിയെടുത്താൽ തന്നെ അത് ഭാവിക്ക് വരുന്ന വലിയ മാറ്റമായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്, ഒരു ടീം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്ലി ഒരു ഇന്ത്യക്ക് ലോകകപ്പ് ടീം ഉണ്ടാകുക എന്നുള്ളതല്ലേ. അങ്ങനെ ഉണ്ടപ്പോൾ ആദ്യം നമുക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അല്ലേ വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ആത്മാർത്ഥതയോടുകൂടി കാണുന്നതാണ്. ഇതിന് യാഥാർത്ഥ്യത്തോടുകൂടി മനസ്സിലാക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു ചില്ലറ കാര്യമല്ല നടക്കാൻ പോകുന്നത്. ഗവൺമെൻറ് ഭാഗത്ത് എത്ര ഇനീഷ്യേറ്റീവാണ് നടക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ 1.5 മാസമായിട്ട് നോക്കേണ്ടത് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററൊക്കെ എത്ര നാളായി അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു, എത്ര യോഗങ്ങളാണ് ചേരുന്നത്. അപ്പോൾ ഇതിനെ രണ്ടർത്ഥത്തിൽ കാണുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ കാണേണ്ടവർക്കെല്ലാം ഇത് നല്ല രീതിയിൽ കാണാം, നല്ല രീതിയിൽ ഇവൻ്റാക്കി മാറ്റിയെടുക്കാം. നമ്മുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മഹാ പ്രോഗ്രാമായി ഇതിനെ മാറും. ഇതൊരു തുടക്കമായിരിക്കും. നമ്മുടെ ഫുട്ബോളിൻ്റെ യാത്രയുടെ തുടക്കമായിരിക്കും കൊച്ചിയിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന 2 ദിവസങ്ങളിൽ നിന്ന്, ഈ പറയുന്ന ഒരാഴ്ചക്കുള്ളിൽ അപ്രൂവൽ സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ മത്സരം നഷ്ടപ്പെടാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അർജന്റീന വരാത്തതുകൊണ്ടോ ഓസ്ട്രേലിയ വരാത്തതുകൊണ്ടോ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം FIFA റാങ്കിങ്ങിലുള്ള ഒരു സ്റ്റേഡിയം ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടാസ്ക്കാണ്. മനസ്സിലായോ? അത് സർക്കാരിൻ്റെ കുറ്റമല്ല. കാരണം 2022 FIFA സ്റ്റേഡിയം റൂൾ കൊണ്ടുവന്നത്. ആ സ്റ്റേഡിയം റൂളിൽ എങ്ങനെയാണ് സ്റ്റേഡിയം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് ക്ലാരിറ്റിയോടുകൂടി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റേഡിയത്തിൽ മാത്രമേ കളിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഖത്തറിലെല്ലാം ലോക്കിൻ്റെ സമയത്ത് ഫുൾ സ്റ്റേഡിയം റീവാമ്പ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം അത് കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിലേക്ക് മാറുമെന്നേ ഉള്ളൂ. കാരണം ഇത് കഴിഞ്ഞാൽ അടുത്ത വിൻഡോ മാർച്ചിലാണ്. അടുത്ത വിൻഡോയിലേക്ക് മാറും. അപ്പം കളി നടക്കാത്തൊരു പ്രശ്നമോ സംവിധാനങ്ങളോ ഇല്ല. കാരണം നമ്മുടെ ഫിനാൻഷ്യൽ ടേംസുകളെല്ലാം കംപ്ലീറ്റ് ആയതാണ്. ഓസ്ട്രേലിയൻ്റെ ആണെങ്കിലും അർജന്റീനേൻ്റെ ആണെങ്കിലും എല്ലാം കംപ്ലീറ്റ് ആയതാണ്. ഇനി എന്താണ്, ഇനി പറഞ്ഞൊരു വലിയ ബോഡിയാണ് ഇതിനെ, കാരണം ലോകകപ്പ് നടത്തുന്ന ഒരു FIFA പോലെ ബോഡിയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ട്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ ഇന്നലെ ഈ ബഹ്റിൻ രാജകുമാരനോട് ചോദിക്കുമായിരുന്നു, സർ കളി കാണാൻ വരുമോ, നമുക്ക് കേരളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ കളിയല്ലേ എന്ന്. അപ്പോൾ ഡെഫിനിറ്റ്ലി എന്നാണ്, അടുത്ത വാക്കാണ് ഡെഫിനിറ്റ്ലി എന്നാണ് പറഞ്ഞത്. അപ്പം അത് നമുക്കൊരു ആകാംക്ഷയും ഒരു ആശ്വാസം തരുന്നുണ്ട്. കാരണം എന്താണ്, നമ്മളെപ്പോലെ കേരളത്തിലെ പോലെ വലിയ രീതിയിൽ ഫുട്ബോളിനോട് ആരാധന മാത്രം നോക്കി നമ്മുടെ കൂടെ നമ്മൾ ഇറങ്ങിയതാണ്. മനസ്സിലായത്? അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ ചെറിയ കാര്യമായിട്ട് കാണേണ്ട വിനീത്.